നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫേസ് ടു ഫേസിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ചളവറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇ ചന്ദ്രബാബു സാറാണ്. സർ, സ്വാഗതം. ചളവറയുടെ പ്രസിഡന്റായിട്ട് രണ്ടാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ചളവറയുടെ സിരകൾ കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. രണ്ടാം പ്രാവശ്യവും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എന്ത് തോന്നുന്നു? രണ്ടാം തവണയും പഞ്ചായത്ത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ വലിയ സ്ഥാനമില്ല എന്നറിയാലോ. പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടു, മത്സരിച്ചു, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നപ്പോൾ പ്രസിഡൻ്റ് ആവണം എന്ന് പാർട്ടി തീരുമാനിച്ചു, പ്രസിഡൻ്റായി. പഞ്ചായത്തിൽ ഞാൻ മൂന്നാം തവണയാണ്. 95 ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 2000-2005 പ്രസിഡൻ്റായി. പിന്നീട് ഒരു 15 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ വീണ്ടും പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ പാർട്ടിയും ജനങ്ങളും നിയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ വന്നൊരു സാഹചര്യം നമുക്കറിയാം. കോവിഡ് നമ്മുടെ മുന്നിൽ വലിയ വെല്ലുവിളി ഉയർത്തിയൊരു സാഹചര്യത്തിലായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നതും പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം നമുക്ക് ഈ പുതിയ ഭരണസമിതി വന്ന ശേഷം 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, എത്രത്തോളം നമുക്ക് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ വിചാരിച്ച പോലെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോവിഡ് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് പുതുതായി ചുമതലയേറ്റ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികൾക്ക് മുന്നിൽ ഉയർത്തിയത്. കാരണം പഞ്ചായത്തിൻ്റെ സാധാരണ നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഇടപെടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലും വേഗതയിലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ കോവിഡ് വ്യാപനത്തിൻ്റെ തോത് കുറഞ്ഞൊരു സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഗതിവേഗമാർജിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊണ്ടിരിക്കുകയാണ്. ചളവറയുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏത് കാര്യങ്ങൾക്കാണ് ഈ ഭരണസമിതി വന്നപ്പോൾ മുൻഗണന കൊടുത്ത് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്? ഇപ്പോൾ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം പ്രധാനമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തന്നെയാണ്. പിന്നീട് കോവിഡ് വ്യാപനത്തിൻ്റെ തോത് കുറഞ്ഞപ്പോൾ സാധാരണ നിലയിൽ മറ്റ് വികസന പ്രവർത്തനങ്ങളിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ തന്നെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തരിശു കിടക്കുന്ന കൃഷിയിടങ്ങൾ കൃഷിയോഗ്യമാക്കി അവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമൊക്കെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, ഇടപെടലുകളാണ് കാർഷിക മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുടിവെള്ള മേഖലയിൽ പൊതുവിൽ കുടിവെള്ളക്ഷാമം താരതമ്യേന കുറഞ്ഞൊരു പഞ്ചായത്താണ് ചളവറ പഞ്ചായത്ത്. അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല. ഒരു 10-25 വർഷം മുമ്പ് കുടിവെള്ള പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിൽ സംസ്ഥാനത്ത് തന്നെ 1ാം ഘട്ടത്തിൽ ജലനിധി പദ്ധതി നടപ്പാക്കിയൊരു പഞ്ചായത്താണ് ചളവറ പഞ്ചായത്ത്. 25 സ്വാശ്രയ കുടിവെള്ള സമിതികൾ അതിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തിലുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചും നിയമസഭാംഗത്തിൻ്റെയും പാർലമെൻറ്റ് അംഗത്തിൻ്റെയും പ്രാദേശിക വികസന ഫണ്ടുകൾ ഉപയോഗിച്ചും മറ്റു ഫണ്ടുകളെല്ലാം ഉപയോഗപ്പെടുത്തിയും ഏതാണ്ട് ഇപ്പോൾ 100ഓളം കുടിവെള്ള പദ്ധതികൾ, സ്വാശ്രയ കുടിവെള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിലുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കുടിവെള്ള പദ്ധതികളെല്ലാം
ഭൂഗർഭജലത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള തനത് കുടിവെള്ള പദ്ധതികളാണ്. ഭൂഗർഭജലത്തെ ആശ്രയിച്ചുകൊണ്ട് എത്ര കാലം ഈ കുടിവെള്ള പദ്ധതികൾക്ക് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പദ്ധതി, ഏതാണ്ട് സമഗ്ര കുടിവെള്ള പദ്ധതിയൊക്കെ ചെർപ്പശ്ശേരിയിൽ നിന്നും ചളവറ പഞ്ചായത്തൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ ചളവറ, അനങ്ങനടി, തൃക്കടിയേരി 3 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 2024 എല്ലാ വീടുകളിലും പൈപ്പിലൂടെ വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളതിൽ എഗ്രിമെൻ്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു. പക്ഷേ ആ പദ്ധതി നടപ്പാക്കുമ്പോൾ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ചളവറ പോലുള്ള പഞ്ചായത്തുകളിൽ നേരിടുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 18 മാസത്തിനുള്ളിൽ ആ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അത് 18 മാസം കൊണ്ടാവോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും കുടിവെള്ള മേഖല എന്ന് പറയുന്നത് പഞ്ചായത്ത് വളരെ പ്രാധാന്യം നൽകുന്നൊരു മേഖല തന്നെയാണ്. ഇപ്പം നിലവിൽ ഈ കൊച്ചു കുടിവെള്ള പദ്ധതികളിലൂടെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് നമ്മൾ മുൻപ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട്. സമഗ്ര കുടിവെള്ള പദ്ധതി ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എവിടെ നിന്ന് വെള്ളം എത്തിക്കാനാണ് ശ്രമിക്കുന്നത്? ഒറ്റപ്പാലത്ത് നിന്നാണോ അതോ? അല്ല, തൂതപ്പുഴയിലെ കാളികടവിൽ തടയണ കെട്ടി വെള്ളം സംഭരിച്ച് അവിടെ പമ്പ് ഹൗസ് സ്ഥാപിച്ച് സ്വാമിയാർകുന്ന് എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു പദ്ധതി തന്നെയാണ്. ആ പദ്ധതി തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഒഴിവായി. ഇപ്പോൾ ഈ പഞ്ചായത്ത് 3 പഞ്ചായത്തുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ജലജീവൻ മിഷൻ്റെ ഈ പദ്ധതി ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അത് ഈ 3 പഞ്ചായത്തുകളിലും കൂറ്റൻ ടാങ്കുകൾ സ്ഥാപിച്ച് വിതരണ ശൃംഖലയിലൂടെ എല്ലാ പ്രദേശത്തും വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ അത് ഇത്രയും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. 18 മാസം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതാണ്. പക്ഷേ എല്ലാ പദ്ധതികളും നിശ്ചിത കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പതിവില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം കൂടി എടുക്കും. എന്തായാലും ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ആ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാർഷിക ഗ്രാമമായിട്ടാണല്ലോ ചളവറ അറിയപ്പെടുന്നത്. പൊതുവെ നെൽകൃഷിയൊക്കെ ധാരാളം ഉള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് ചളവറ. ഈ കാർഷിക വികസനത്തിൽ ഊന്നിയുള്ളൊരു നയം തന്നെയാണോ ഈ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നത്? പൊതുവായി നമ്മൾ പരിശോധിക്കുമ്പോൾ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ പദ്ധതികളെല്ലാം തന്നെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. കഴിഞ്ഞ ജനകീയാസൂത്രണം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തിനിടയിൽ കാർഷിക മേഖലയിൽ നല്ല ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ജലസേചന സൗകര്യമില്ല എന്നുള്ളതായിരുന്നു നമ്മൾ നേരിടുന്നൊരു വലിയ കനാല് മാത്രമാണ് നമുക്ക് ഇവിടെ എത്തി നിൽക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തിനിടയിലുണ്ടായൊരു മാറ്റം എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും വെള്ളം വരില്ല എന്ന് കരുതിയിരുന്ന കാഞ്ഞിരപ്പുഴ കനാലിൻ്റെ വാലറ്റ പ്രദേശം വരെ നമുക്ക് നമ്മുടെ ഇടപെടലുകളുടെ ഭാഗമായി വെള്ളം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ 2ാം വിള ഉണക്കം തട്ടാതെ രക്ഷിച്ചെടുക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഭാഗമായി കനാലിൽ വെള്ളം വരുന്നത് കൊണ്ട് കനാലിൻ്റെ പരിസര പ്രദേശത്തുള്ള കിണറുകളിലെല്ലാം തന്നെ ജലവിധാനം ഉയരുകയും കുടിവെള്ളക്ഷാമത്തിനും അത് ഒരളവോളം അത് പരിഹാരം ആയിട്ടുണ്ട്. പിന്നെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ആ രംഗത്തും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണ തരിശുരഹിത കൃഷിയുടെ പഞ്ചായത്താക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണിപ്പോൾ പഞ്ചായത്ത്. അതിന് കൃഷി വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പാടശേഖര സമിതികളുടെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിലൂടെ എല്ലാ തരിശുഭൂമിയിലും കൃഷി ഇറക്കി ആ തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലം എന്ന് പറയുന്നത് കോവിഡ് കാലമായതുകൊണ്ട് ആ ദിശയിൽ നമുക്ക് വല്ലാതെ മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ മുഖ്യ ഊന്നൽ വരുന്ന 4 വർഷക്കാലം ഈ മേഖലയിൽ തന്നെയാണ്. പുഞ്ചകൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കനാൽ വെള്ളം ഉപയോഗിച്ച് ചെയ്തിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ചളവറ. അതൊക്കെ പുഞ്ചകൃഷി ഇവിടെ തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് അതിനൊരു തുടർച്ചയുണ്ടായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 വർഷക്കാലത്തെ
ഈ മറ്റേ കോവിഡും അതിനു മുമ്പുണ്ടായ പ്രളയവും ഇതൊക്കെ തന്നെയാണ്. സ്ഥിരം ചളവറ പഞ്ചായത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു വിഷയം കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ കനാൽ വെള്ളം ഒരു കൃത്യസമയത്ത് ലഭ്യമാക്കാൻ കഴിയാത്തൊരു പ്രശ്നമായിരുന്നു. ഇപ്പോഴും അത് നേരിടുന്നത് അത് കൃഷി ഒരു കലണ്ടറൊക്കെ തയ്യാറാക്കേണ്ടായിരുന്നു. ഈ ചളവറ പഞ്ചായത്തിൻ്റെ ഒക്കെ ശ്രമഫലമായിട്ട് തന്നെയാണ് അത് തയ്യാറാക്കിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ പദ്ധതി പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത കാർഷിക കലണ്ടർ തയ്യാറാക്കിയാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടൂ. കാരണം ഇപ്പോൾ മറ്റേ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ കൃഷി ഇറക്കുന്ന സമയത്തല്ല ചളവറ പഞ്ചായത്തിൽ കൃഷി ഇറക്കുന്നത്. അവർക്ക് വെള്ളം ആവശ്യമുള്ള സമയത്ത് ഇവിടെ വെള്ളം ആവശ്യമില്ല, ഇവിടെ വെള്ളം ആവശ്യമുള്ള സമയത്ത് അവർക്ക് വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഒരേ വിത്ത് കൃഷി ചെയ്യുക, ഒരേ സമയത്ത് മറ്റേ കൃഷി ഇറക്കുക, ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്തുക എന്ന രീതിയിലേക്ക് കൃഷി വകുപ്പിൻ്റെ ഒരിടപെടലുണ്ടായാൽ മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടൂ. ഇപ്പോൾ ചളവറ പഞ്ചായത്തിൽ തന്നെ ചളവറയിൽ വെള്ളം വേണ്ടപ്പോൾ മുണ്ടക്കോട്ട് കൃഷിയിൽ വെള്ളം വേണ്ട, മുണ്ടക്കോട്ട് കൃഷിയിൽ വെള്ളം ആവശ്യമുള്ള സമയത്ത് കൈലിയാട് വെള്ളം വേണ്ട. അപ്പോൾ ഇതാണൊരു സ്ഥിതി. അപ്പോൾ അതിൽ ഈ കാർഷിക കലണ്ടർ ഇപ്പോൾ തയ്യാറാക്കിയത് വെള്ളം വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. കൃഷി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കലണ്ടർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതാ സത്യം. അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നമ്മളിപ്പോൾ ഓരോ യോഗങ്ങളിലും അത് മറ്റേ ആ പ്രശ്നം ഉയർത്തുന്നുണ്ട്. പക്ഷേ അവരും നിസ്സഹായരാണ്. കാരണം മണ്ണിൻ്റെ ഘടന, ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു വൈരുദ്ധ്യം നിലനിൽക്കും. സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ ഗ്രാമങ്ങളാണ്, വലിയ ടൗൺഷിപ്പൊന്നുമല്ല നമുക്കറിയാം ചളവറ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കാലങ്ങളായി CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ ചളവറ. നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ ഭരണസമിതിക്കും കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടാവും. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടായൊരു പഞ്ചായത്താണ് അത്. ഒരു പക്ഷേ ഒരു 25 കൊല്ലത്തിന് മുമ്പുള്ള ചളവറയെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ധാരണ ഇല്ലാത്തതുണ്ടാവും. കാരണം ഇപ്പോൾ റോഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ സമീപത്തുള്ള മറ്റ് പല പഞ്ചായത്തുകളുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഈ പഞ്ചായത്തിലെ ഏത് പ്രദേശത്തു കൂടിയും ഇന്ന് ഗതാഗത സൗകര്യമുള്ള മികച്ച റോഡുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ കാഞ്ഞിരപ്പുഴ കനാൽ തന്നെയാണ്. കാരണം നമുക്ക് റോഡിനെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയാത്തിടങ്ങളിൽ പോലും നമുക്ക് ഇപ്പോൾ നല്ല റോഡുകൾ ഉണ്ടായത് കാഞ്ഞിരപ്പുഴ കനാൽ റോഡുകൾ കാരണമാണ്. പക്ഷെ അതെല്ലാം നന്നാക്കിയത് പഞ്ചായത്താണ്, പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നെ മറ്റേ PWD റോഡുകളായിരുന്നു നമ്മുടെ ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ PWD റോഡുകളെല്ലാം തന്നെ ഗതാഗത യോഗ്യമായി. ഇപ്പോൾ കുളപ്പുള്ളി കൈലിയാട് റോഡ്, വാണിയംകുളം വല്ലപ്പുഴ റോഡ്, അതുപോലെ തന്നെ ചളവറ ചേർമ്പറ്റക്കാവ് കോതകുറിശി റോഡ്, ഇതെല്ലാം BMBC ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. മറ്റു റോഡുകളും ഗതാഗത യോഗ്യമാണ്. പഞ്ചായത്ത് റോഡുകൾ എല്ലാ സമയത്തും മെച്ചപ്പെട്ട റോഡുകളാണ് ഈ ചളവറ പഞ്ചായത്തിലേത്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ വൈദ്യുതി മേഖലയിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാ വീടുകളിലും വൈദ്യുതിയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ പാലക്കാട് ജില്ലയിൽ തന്നെ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന മറ്റേ 5 ആയുർവേദ ആശുപത്രികളാണുള്ളത്. അതിലൊന്ന് ചളവറയിലേതാണ്. അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 1.25 കോടി രൂപ KS അലീക്ക MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചത്. അതുപോലെ തന്നെ ബ്ലോക്ക് ലെവൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ചളവറയിലേത്. ഈ ചളവറ പഞ്ചായത്ത്, നെല്ലായ പഞ്ചായത്ത്, വല്ലപ്പുഴ പഞ്ചായത്ത്, ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഇതെല്ലാം അടങ്ങുന്ന പ്രദേശത്തിൻ്റെ ഒരു ബ്ലോക്ക് ലെവൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ചളവറയിലേത്. അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അത് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉള്ള ഒരു നല്ല ആശുപത്രിയായിട്ട് അത് മാറും. ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, അതിന് സ്വന്തമായി കെട്ടിടമുണ്ട്. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും സ്വന്തമായി കെട്ടിടമുള്ള സൗകര്യങ്ങളുള്ള ഒരു പഞ്ചായത്താണ് ചളവറ പഞ്ചായത്ത്. എന്തായാലും ചളവറ പഴയ സ്ഥിതിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പൊതുവെ ഇവിടെ വരുമ്പോഴും മനസ്സിലാവുന്നത്. പഴയ ഗ്രാമങ്ങളിലും മരുന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും വ്യാവസായികമായി നമുക്ക് പറയാം 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭങ്ങൾ, അത്തരം രീതിക്ക് ഉള്ള പദ്ധതികളൊക്കെ കുറച്ചും കൂടി വരേണ്ടതല്ലേ ചളവറയിൽ? വ്യാവസായിക വികസനം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വരുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം വ്യവസായ മേഖലയിൽ പണം നിക്ഷേപിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ല. ഒറ്റപ്പെട്ട
ചില ചെറുകിട വ്യവസായ യൂണിറ്റുകളൊക്കെ ഉണ്ട്, കട്ട്ലറി വ്യവസായ യൂണിറ്റുകളുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലാണെങ്കിലും ഹൈക്കൗണ്ടിൻ്റെ ഒരു ഫാക്ടറി കൈലിയാട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ അത്തരത്തിലുള്ള സാധ്യത ഇല്ലാത്തൊരു പ്രദേശമായിട്ടാണോ കാണേണ്ടത്? സാധ്യത എന്താണെന്നറിയില്ല. ആളുകൾക്ക് തോന്നുന്നത് ഇപ്പോൾ കൈലിയാടുള്ള ചില യൂണിറ്റുകൾ തന്നെ അവർക്ക് കിൻഫ്രയുടെ മറ്റ് സ്ഥലത്തൊക്കെ വ്യവസായ യൂണിറ്റ് ആരംഭിക്കുമ്പോൾ മറ്റു പല വിധത്തിലുള്ള വ്യവസായ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ഷൊർണൂർ പോലെ ഉള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഗായത്രി അഗ്രിക്കോ എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവരിപ്പോൾ അത് ഇവിടെ തൽക്കാലം അവസാനിപ്പിച്ച് അവർ സ്വകാര്യ മേഖലയിൽ. പിന്നെ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് എന്ന നിലയിൽ ഈ വ്യവസായ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പരിമിതികളുണ്ട്. പഞ്ചായത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റാണ് എങ്കിൽ സ്ഥലമൊക്കെ വിട്ടുകൊടുക്കുകയാണെന്ന് വെച്ചാൽ അവർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റൊക്കെ സ്ഥാപിക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ചളവറയിൽ ധാരാളം സ്ഥലമൊക്കെ ഉള്ള കുന്നുമലകളൊക്കെ ധാരാളം ഉണ്ട്. കുന്നുമലകളുണ്ടെങ്കിലും ഇതിന് യോഗ്യമായിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാലോ നമ്മുടെ മണ്ഡലത്തിൽ 5 ഏക്കർ സ്ഥലം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരും. നമുക്ക് ഇതുവരെ അതിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രശ്നം നേരിടുന്നുണ്ട്. തത്വത്തിൽ ഗവൺമെൻറ് അംഗീകരിച്ചതാണ്, ബജറ്റിൽ ടോക്കൺ ആയിട്ട് ഫണ്ട് വകയിരുത്തിയതാണ്. ഇപ്പോഴും പറയുന്നത് നിങ്ങൾ 5 ഏക്കർ സ്ഥലം സൗജന്യമായി തന്നാൽ കോളേജ് ആരംഭിക്കും എന്നാണ് പറയുന്നത്. അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടാത്ത പ്രശ്നമാണ്. അനുയോജ്യമായ സ്ഥലമാണെന്നൊന്നുമില്ല, റോഡ് കണക്ടിവിറ്റി ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പൊന്മുഖം മലയുടെ മുകളിലൊരു സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ നെല്ലായ പഞ്ചായത്തും ചളവറ പഞ്ചായത്തും വല്ലപ്പുഴ പഞ്ചായത്തും ഒക്കെ ചേർന്ന് ആലോചിക്കുന്നുണ്ട്. അത് വനഭൂമിയാണോ അതോ? വനഭൂമിയല്ല, മിച്ചഭൂമിയായിട്ട് വരുന്ന പ്രദേശങ്ങളാണ്. അവിടെ സ്ഥലമുണ്ട്. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറയാനില്ല, ചളവറയിൽ പ്രതിപക്ഷത്തിൻ്റെ പങ്ക് കാലാകാലങ്ങളിലൊക്കെ കുറവാണ്. CPM ആധിപത്യം ഉള്ളൊരു പഞ്ചായത്താണ് ചളവറ എന്ന് പറയുന്നത്. കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അവരുന്നയിക്കുന്ന ഒരു ആരോപണവും ഇത് തന്നെയാണ്. അത് വ്യാവസായികമായിട്ട് ഇപ്പോഴും ചളവറയെ ഒരു മുൻപന്തിയിലെത്തിക്കാൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അല്ല, അതിപ്പോൾ ചളവറയുടെ മാത്രം ഒരു പ്രത്യേകതയല്ല. നിങ്ങൾ ഈ തൊട്ട് അടുത്തുള്ള ഏത് പഞ്ചായത്ത് നോക്കിക്കോളൂ, കേരളത്തിൻ്റെ പൊതു സവിശേഷതയത്. കേരളത്തിലിപ്പോൾ അങ്ങനെയുള്ള വ്യവസായവൽക്കരണം ഇപ്പോൾ തമിഴ്നാടുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെ വേഗത കുറവാണ് നമ്മുടെ കേരളത്തിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ മറ്റേ ജനസാന്ദ്രത, അതുപോലെ തന്നെ കേരളത്തിൻ്റേതായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. പിന്നെ മാത്രമല്ല ഈ കേരളത്തിൻ്റെ സമ്പദ്ഘടന തന്നെ ഈ ഗൾഫ് പണത്തെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പണം നിക്ഷേപിച്ച് മാത്രമല്ല നഗരകേന്ദ്രിതമായിട്ടുള്ള വ്യവസായ വികസനമാണ് നടക്കുന്നത്. ഇപ്പോൾ മറ്റേ എറണാകുളം മേഖലയെ ആലുവ കളമശ്ശേരി മേഖലയിൽ, അതുപോലെ തന്നെ പാലക്കാടാണെങ്കിൽ കഞ്ചിക്കോട് മേഖലയിൽ, ഒരു കാലത്ത് മറ്റേ ദക്ഷിണേന്ത്യയിലെ ഷെഫീൽഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഷൊർണൂർ വ്യവസായിക. ഇപ്പം ആ ഷൊർണൂരിൻ്റെ അന്നത്തെ ആ പ്രാധാന്യം ഇപ്പം ഉണ്ടോ? എനിക്കറിയാം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ജാഥ പോകുന്നത് പോലെയാണ് കൈലാട്ടുന്ന മുണ്ടക്കോട്ട് ശ്രീനൊക്കെ ആളുകൾ രാവിലെയൊക്കെ ഷൊർണൂരിലെ ഈ 3-4 കമ്പനികളിലേക്ക് പോവുക ഒരു ചോറ്റുപാത്രവും പിടിച്ചുകൊണ്ട്. വൈകുന്നേരം അതൊരു തിരിച്ചു വരുന്നൊരു കാഴ്ച. അതുപോലെ ഞങ്ങളൊക്കെ ഈ മറ്റേ വാച്ചും മറ്റേ ടൈം പീസൊന്നും ഇല്ലാത്ത സമയത്ത് കമ്പനി പൂക്കുക എന്നാണ് പറയുക. സിംകോ കമ്പനിയിൽ നിന്നും ശ്രീനാരായണ കമ്പനിയിൽ നിന്നും സൈറൺ മുഴങ്ങുന്നതിനാണ് ആളുകൾ സമയം നാട്ടിൻ പുറത്തൊക്കെ ഇതിനനുസരിച്ചാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ മാറിയില്ലേ? ഇപ്പോൾ 500-ലധികം തൊഴിലാളികളുണ്ടായിരുന്ന മറ്റേ സിംകോയിൽ ഇപ്പോൾ എത്ര തൊഴിലാളിയുണ്ട്? അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. അത് ചളവറയുടെ മാത്രം ഒരു പ്രത്യേകതയല്ല, പൊതു ഒരു സ്വഭാവമാണ്. ഈ പ്രതിപക്ഷത്തിന് കാര്യമായ സ്വാധീനം ഇല്ലാത്തൊരു പഞ്ചായത്താണ്. CPM വളരെ സ്വാധീനത്തിൽ എന്നും ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ അംഗബലം നോക്കിയിട്ടല്ല, പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും ചളവറ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോഴും അതെ. ഒരു ഒറ്റത്തവണ പോലും എൻ്റെ മറ്റേ ഈ അംഗസംഖ്യ കുറവായെങ്കിലും ഉള്ള അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ടാണ്, ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം എല്ലാ കാലത്തും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒരൊറ്റ ഡിസൻ നോട്ട് പോലും ഇന്നേ വരെ ചളവറ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു വിയോജനക്കുറിപ്പും എഴുതേണ്ടി വന്നിട്ടില്ല.
അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു ടീമാണ്. ഒന്നാമത് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. പൊതുവെ എപ്പോൾ അങ്ങനെയാണ്. പഞ്ചായത്ത് എന്ന് പറയുന്നത് പ്രതിപക്ഷമില്ല. നേരെ മറിച്ച് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പ്രതിപക്ഷമുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. ഇവിടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ടീമാണ്. അതിൽ നല്ല സഹകരണമാണ് UDFൻ്റെ മെമ്പർമാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കുണ്ടാകുന്നത്. ഇപ്പോൾ BJPക്ക് ഇപ്പോൾ മെമ്പറില്ല, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും BJPയുടെ മെമ്പറൊക്കെ പൊതുവെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരണാത്മകമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഞങ്ങളും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അവർ കൂടി ചേർന്നതാണ് പഞ്ചായത്ത്. ഈ ICP പുരസ്കാരമൊക്കെ ഏർപ്പെടുത്തിയത് ഒരു പഞ്ചായത്തിൻ്റെ ഒരു പുതിയ ചുവടുവെപ്പായിട്ട് തന്നെ വേണം അല്ലേ കാണാം. ICP എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഞങ്ങൾ ചളവറക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. കാരണം ഇങ്ങനൊരു മനുഷ്യൻ ഈ ചളവറയിൽ ജീവിച്ചിരുന്നു എന്ന് ഇന്നത്തെ തലമുറയെ പരിചയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ അവരുടെയൊക്കെ സമരതീഷ്ണമായൊരു ജീവിതം, അന്നത്തെ ഒരു കാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുക. കാരണം ഒരു 10-75 വർഷം മുമ്പ് ഒരു നമ്പൂതിരി സമുദായത്തിലെ തൻ്റെ സഹോദരിയെ ഒരു വിധവാ വിവാഹത്തിന് സന്നദ്ധയാക്കുക, അതിന് നേതൃത്വം കൊടുക്കുക, വിജാതീയ വിവാഹത്തിന് സന്നദ്ധയാക്കുക, അതിന് നേതൃത്വം കൊടുക്കുക. ഇത് 75 വർഷങ്ങൾക്ക് മുമ്പാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കുക, അതുപോലെ തന്നെ അവർണജാതിയിൽപ്പെട്ട ആളുകളുമായി സഹവസിച്ചതിൻ്റെ പേരിൽ സമുദായത്തിൽ നിന്ന് തന്നെ ഊരുവിലക്കുക, ഭ്രഷ്ട് കൽപ്പിക്കുക, അങ്ങനെ എണ്ണമറ്റ യാതനകളിലൂടെയാണ് ICPയെ പോലെയുള്ളവർ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. 1939 പിണറായി പാറപ്പുറം സമ്മേളനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനം നടക്കുന്നത്. അതിൽ 40 പേരാണ് പങ്കെടുത്തത്. ആ 40 പേരിൽ 2 പേര് ചളവറക്കാരായിരുന്നു, സഖാവ് ICPയും സഖാവ് PV കുഞ്ഞുണ്ണി നായരും. അപ്പോൾ ICPയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ICPയുടെ സ്മരണാർത്ഥം ICP വ്യാപരിച്ചിരുന്ന വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്ക്, സംഘടനകൾക്ക്, സ്ഥാപനങ്ങൾക്ക് ഓരോ വർഷവും ICPയുടെ പേരിലുള്ള പുരസ്കാരം ഏർപ്പെടുത്തുക. ഇത് മാത്രമല്ല, വികസനമെന്ന് പറയുന്നത് റോഡ് വെട്ടലും മറ്റേ പാലം കെട്ടലും അതുപോലെ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കലും മാത്രമല്ല. വികസനമെന്ന് പറയുന്നത് ഭൗതികമായ വികസനം കൂടി വികസനമാണ്. അപ്പോൾ ഭൗതികവും ദൈക്ഷണികവുമായ വികസന മേഖലയ്ക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അത് നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്നുണ്ടാവുന്നത്. ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ആ രീതിക്ക് കലാ സാംസ്കാരിക രംഗത്തും കൂടി ഇടപെടുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രോത്സാഹനം അത് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ ഗ്രന്ഥശാല രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കൈലിയാട് ഞാൻ ഭാരവാഹിയായിട്ടുള്ള A. നാരായണ മേനോൻ സ്മാരക ജനകീയ ഗ്രന്ഥശാല ഇന്ന് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലകളിലൊന്നാണ്. A+ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന വായനശാലയാണ്. അതുകൊണ്ട് തന്നെ മറ്റെന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ഗ്രന്ഥശാല പ്രവർത്തനത്തിന് സമയം കണ്ടെത്താൻ ഞാൻ ബോധപൂർവം ശ്രമിക്കാറുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മലബാർ കലാപത്തിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ മറ്റൊന്ന് ഞങ്ങളുടെ വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുക. ആഴ്ചയിൽ ഒരു പരിപാടികളെങ്കിലും ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഗ്രന്ഥശാല പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സാംസ്കാരിക പ്രവർത്തനത്തിന് രാഷ്ട്രീയമായ ദിശാബോധവും രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാംസ്കാരികമായ ഉള്ളടക്കവും വേണമെന്ന പഴയ തലമുറയുടെ EMSനെ പോലെയുള്ള ആളുകളൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സാംസ്കാരിക പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഞങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും ഭിന്നമായി ഈ സാംസ്കാരിക പ്രവർത്തനത്തെ കാണുന്നില്ല. ഇത് രണ്ടും പരസ്പര പൂരകമാണ്, ഇത് രണ്ടും ഒരുമിച്ച് നടത്തേണ്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. വിദ്യാഭ്യാസ കാലഘട്ടം പറഞ്ഞു നമ്മൾ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് യുവജന പ്രസ്ഥാനങ്ങളിൽ കേരളത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു. DYFയിലായാലും SFIയിലായാലും പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ തന്നെ പേരെടുത്തൊരു നേതാവായിരുന്നു താങ്കൾ. ആ ഘട്ടത്തിൽ നിന്ന് പിന്നീട് എന്തുകൊണ്ട് ഒരു സംസ്ഥാന തലത്തിലേക്ക് ഉയർന്നില്ല, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായി മാത്രം ചളവറയുടെ മാത്രം ആയിരിക്കേണ്ടി വന്നു? ഇതിലെന്തെങ്കിലും സ്വാഭാവികമായി സംഭവിച്ച ആളാണ്? ഇല്ല, ഞാൻ പൊതുവേ
എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാരണം ഒരു മുഴുവൻ സമയ പ്രവർത്തകനായി മാറാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരു തൊഴിലെടുത്ത് കുടുംബത്തെ സംരക്ഷിക്കുക, അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതായിരുന്നു ഞാൻ സ്വീകരിച്ച വഴി. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. മുഴുവൻ സമയ പ്രവർത്തകനാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. വാസ്തവത്തിൽ മുഴുവൻ സമയം പ്രവർത്തകനാകാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് ഒരേ സമയം തൊഴിലിലും രാഷ്ട്രീയ പ്രവർത്തനവും ഒപ്പം കൊണ്ടുപോകേണ്ടി വന്നത്. ഞാനതിൽ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മളെല്ലാം ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. രണ്ട് തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥി സംഘടനയിലും യുവജന സംഘടനയിലും ഒക്കെ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള ബന്ധങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ ഞാൻ സംതൃപ്തനാണ്, അതിൽ ആവേശം കൊള്ളുന്നതാണ്. വ്യക്തിപരമായിട്ട് അന്നെടുത്ത തീരുമാനം തെറ്റായി പോയി ഒന്നും പിന്നീട് ഇല്ല, അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം, അന്നിപ്പോൾ വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു മുഴുവൻ സമയ പ്രവർത്തകനാവാൻ. പക്ഷേ ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ഒരു സ്വയം അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. കോളേജ് കാലഘട്ടത്തിൽ ഈയിടെ ലാൽ ജോസ് ഇറങ്ങിയ ഒരു സിനിമ ക്ലാസ്മേറ്റ് എന്ന സിനിമയുടെ ഒരു കഥാപാത്രം, പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രം അത് ചന്ദ്രബാബു ഏട്ടൻ്റെയാണ് എന്ന രീതിക്കൊക്കെ വാർത്തകളൊക്കെ വരികയുണ്ടായി. എന്താണ് ശരിക്കും അതിലുള്ള ഒരു വാസ്തവം? അല്ല, അത് ലാൽ ജോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്യുന്ന സമയത്ത് ലാൽ ജോസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാൾ, ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാവാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാനായിരുന്നു എന്ന് ലാൽ ജോസ് തന്നെ പല അഭിമുഖങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ക്ലാസ്മേറ്റ്സിൻ്റെ 15ാം വാർഷിക ക്ലാസ്മേറ്റ്സ് റിലീസ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായി മലയാള മനോരമ ഒരു പേജ് കൊടുത്തിരുന്നു ഒറ്റപ്പാലത്ത്. കൊടുത്തു. ഞങ്ങൾ ലാൽ ജോസിൻ്റെ വീട്ടിൽ കുറച്ച് ഒരു ഏതാനും മണിക്കൂറുകൾ ചിലവഴിച്ചു. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പഠിക്കുന്ന കാലത്ത്. ക്യാമ്പസിൽ ലാൽ ജോസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനവിടെ SFIയുടെ നേതാവാണ്. SFIയുടെ നേതാവ് മാത്രമല്ല, ഞാനന്ന് തുടർച്ചയായി ഒറ്റപ്പാലം NSS കോളേജിൽ 3 വർഷം കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും പിന്നീട് കോഴിക്കോട് സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായും സെനറ്റ് മെമ്പറായും ഒക്കെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ SFIയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി മെമ്പറും എല്ലാം ആവുന്നത്. അപ്പോൾ ഒറ്റപ്പാലം NSS കോളേജാണ് ഒരുപാട് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളെ രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരു ക്യാമ്പസാണ്. അപ്പോൾ അത് രാജേഷ് തന്നെ പറയാറുണ്ട്, MP രാജേഷ്, മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനൊക്കെ എൻ്റെ ജൂനിയറാണ്. അതുപോലെ തന്നെ അജയകുമാർ, ഹംസ, ഇവരൊക്കെ അവിടെ പഠിച്ചിരുന്നവരാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ആ ക്യാമ്പസ് വഹിച്ച പങ്ക് വളരെ വലിയ പങ്കാണ്. ആ ഒരു സിനിമയുടെ പ്രമേയത്തിലേക്ക് ബാബുവിൻ്റെ രൂപത്തെ കൊണ്ടുവരായിരുന്നു ആ ഒരു ശരിക്കും പറഞ്ഞാൽ. അതെ, എൻ്റെ ചില മാനറിസങ്ങളും വസ്ത്രധാരണവും അന്നത്തെ അതൊക്കെ ആ സുകുമാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ലാൽ ജോസ്. സിനിമ ഇറങ്ങിയ ശേഷമാണോ ലാൽ ജോസ് കാര്യം പറയുന്നത്? അതിന് മുന്നേ എപ്പോഴും സംസാരിച്ചിരുന്നോ? ഇല്ല, അതിന് ശേഷമാണ് ഒരു ദിവസം എന്നോട് പറയുന്നത്. ഇങ്ങനെയാണ്. അതിന് മുമ്പ് എന്നോട് കർത്താവ് സാർ പറഞ്ഞിരുന്നു. നമ്മുടെ ഗോവിന്ദൻകുട്ടി കർത്താവ് എന്ന് പറഞ്ഞ കർത്താവ് സാറുണ്ടായിരുന്നു. സിനിമ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിരുന്നു? അങ്ങനെ തോന്നിയിരുന്നു എന്ന് ചോദിച്ചാൽ, പക്ഷെ അതിൽ ചില ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇപ്പം അതിൻ്റെ പൂർണ്ണമായിട്ടില്ല. ആ കഥാപാത്രത്തെ ചില സാരാംശങ്ങൾ എടുത്തു. സുകുമാരൻ എന്ന് പറയുന്ന കഥാപാത്രം പ്രവർത്തിച്ചിരുന്ന സംഘടന അത് SFI ആയിരുന്നു. അതിന് SFK എന്നാണ് സിനിമയിൽ പറയുന്നത്. ആ കഥാപാത്രം അന്ന് അവിടെ SFI നേതാവായിരുന്ന എൻ്റെ ശ്രീരാമകൃഷ്ണൻ്റെയൊക്കെ ചില സ്വാധീനം ആ കഥാപാത്രത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും ലാൽ ജോസ് പറഞ്ഞത്, പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഷർട്ടിൻ്റെ കൈ ചുരുട്ടി വയ്ക്കുന്നത് പോലും ഞാൻ
കൈ ചുരുട്ടി വെക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചളവറയുടെ വികസനത്തിലും സാംസ്കാരികപരമായും കലാപരമായും ഒക്കെ കൂടുതൽ പ്രവർത്തിക്കാനും മുന്നേറാനും താങ്കൾ പ്രസിഡൻ്റായി ഭരണസമിതി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളോട് അല്പനേരം ചെലവിട്ടതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.